നിങ്ങളുടെ കുഞ്ഞിന് റാഗി കുറുക്കി കൊടുക്കാറുണ്ടോ എങ്കിൽ സൂക്ഷിക്കുക. ഭൂരിഭാഗം അമ്മമാരും ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. റാഗി നേരിട്ട് പൊടിച്ചു നൽകുന്നത് കുഞ്ഞിൻ്റെ വയറിന് താങ്ങാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അതിലെ പോഷകങ്ങൾ ശരീരം വലിച്ചെടുക്കുകയുമില്ല. കുഞ്ഞിൻ്റെ എല്ലുകൾക്ക് ഇരുമ്പ് ബലമുണ്ടാകാനും, അതായത് അയൺ കിട്ടാനും, തൂക്കം ഇരട്ടിയായി വർദ്ധിപ്പിക്കാനും റാഗി നൽകേണ്ട രീതിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞിൻ്റെ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം കിട്ടാനും തൂക്കം ഇരട്ടിയാകാനും റാഗി നൽകേണ്ട രീതികളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ മടിക്കുന്നുണ്ടോ? കമിഴ്ന്ന് വീഴാനോ ഇരിക്കാനോ പ്രയാസമായിട്ടും സാധിക്കുന്നില്ലേ എങ്കിൽ അവരുടെ എല്ലുകൾക്ക് ബലമില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. മിക്ക അമ്മമാരും ചെയ്യുന്ന വലിയൊരു തെറ്റുണ്ട്. കടയിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റ് റാഗിപ്പൊടി വാങ്ങി കുറുക്കി കുഞ്ഞിന് നൽകും. പക്ഷേ ഇങ്ങനെ നൽകിയാൽ കുഞ്ഞിന് തൂക്കം കൂടില്ല എന്ന് മാത്രമല്ല, അത് ശരിയായി ദഹിക്കത്തും ഇല്ല. ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റാഗി നൽകേണ്ട ഒരു പ്രത്യേക രീതിയുണ്ട്. ആ രീതിയിൽ നൽകിയാൽ കുഞ്ഞിൻ്റെ തൂക്കം കൂടും, വിളർച്ച മാറും, എല്ലുകൾക്ക് നല്ല ഉറപ്പ് കിട്ടും എന്ന് ഉറപ്പു തരുന്നു. ആ മെഡിക്കൽ രഹസ്യം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. ഒരമ്മയും മിസ് ചെയ്യരുത്. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ആദ്യമായി റാഗിയുടെ ഗുണങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. കാൽസ്യത്തിൻ്റെ കലവറയാണ് റാഗി എന്ന് പറയുന്നത്. പാലിലുള്ളതിനേക്കാൾ 3 ഇരട്ടി കാൽസ്യം റാഗിയിലുണ്ട്. കുഞ്ഞിൻ്റെ പല്ലുകൾ മുളയ്ക്കുന്ന സമയത്തും നടക്കാൻ തുടങ്ങുന്ന സമയത്തും റാഗി അത്യാവശ്യമാണ്. കൂടാതെ ഇത് വിളർച്ച തടയുന്നു. അയൺ കണ്ടന്റ് ഉണ്ട് ഇതിൽ. കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന വിളർച്ച, അതായത് അനീമിയ തടയാൻ ഇതിലെ അയൺ സഹായിക്കും. കുഞ്ഞിൻ്റെ ശരീരം വിളറി ഇരിക്കുന്നത് മാറാൻ സഹായിക്കും. നല്ല ഉറക്കം നൽകുന്നു. റാഗിയിൽ അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കുഞ്ഞിൻ്റെ പേശികൾക്ക് വിശ്രമം നൽകുകയും രാത്രിയിൽ തടസ്സമില്ലാതെ ഉറങ്ങാനും കുഞ്ഞിനെ സഹായിക്കുന്നു. ഇത് ദഹനം സുഗമമാക്കുന്നു. നാരുകൾ ധാരാളമുള്ളതിനാൽ കുഞ്ഞുങ്ങളിലെ മലബന്ധം, അതായത് കോൺസ്റ്റിപ്പേഷൻ പൂർണ്ണമായും ഇല്ലാതാക്കും. റാഗി കൊടുക്കുമ്പോൾ അമ്മമാർ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചാണ് അടുത്തതായി പറയാൻ പോകുന്നത്. മുളപ്പിക്കാതെ റാഗി നൽകരുത്. റാഗി മുളപ്പിക്കുമ്പോൾ അതിലെ പോഷകങ്ങൾ ഇരട്ടിയാകും. മുളപ്പിക്കാതെ നൽകുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകാം. രണ്ടാമതായി, അമിതമായി മധുരം ചേർക്കുന്നത്. പഞ്ചസാര കുഞ്ഞുങ്ങൾക്ക് വിഷമാണ്. അതിനു പകരം ശർക്കരയോ കരിപ്പെട്ടിയോ ചേർക്കാവുന്നതാണ്. റാഗി ഒരിക്കലും വളരെ കട്ടിയായി കുറുക്കി നൽകരുത്. കുഞ്ഞിന് വിഴുങ്ങാൻ പാകത്തിന് അയഞ്ഞ പരുവത്തിൽ വേണം നൽകാൻ. എന്നാൽ ഒരുപാട് വെള്ളമായി നൽകാനും പാടില്ല. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുളപ്പിച്ച റാഗി നേന്ത്രപ്പഴം മിശ്രിതമാണ്. റാഗി 12 മണിക്കൂർ വെള്ളത്തിലിടുക. ശേഷം ഒരു കോട്ടൺ തുണിയിൽ കെട്ടിവെച്ച് 10 മണിക്കൂർ മുളപ്പിക്കാൻ അനുവദിക്കുക. മുള വന്ന റാഗി വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാം. 2 സ്പൂൺ റാഗിപ്പൊടി വെള്ളത്തിൽ കട്ടിയില്ലാതെ കലക്കി അടുപ്പത്ത് വെച്ച് നന്നായി വേവിക്കുക. ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം പുഴുങ്ങി ഉടച്ചത് ചേർക്കുക. അവസാനമായി ഇതിലേക്ക് 1 സ്പൂൺ ശുദ്ധമായ നെയ്യ് കൂടി ചേർക്കുക. ഈ നെയ്യാണ് കലോറി വർദ്ധിപ്പിക്കുന്നത്. 6 മുതൽ 8 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് റാഗി നൽകുമ്പോൾ കുറുക്കി അരിച്ചെടുത്തത് പാൽ മാത്രം നൽകുന്നതാണ് ദഹനത്തിന് ഉത്തമം. അപ്പോൾ അമ്മമാരെ, കുഞ്ഞിൻ്റെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. ഈ രീതിയിൽ റാഗി നൽകി നോക്കൂ. 2 ആഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഈ അറിവ് മറ്റമ്മമാർക്കുമായി ഷെയർ ചെയ്തു കൊടുക്കുക. നമ്മുടെ വെയിറ്റ് ഗെയിൻ വീഡിയോകൾക്ക് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം. തെറ്റുകുറ്റങ്ങൾ കമൻറ്റായി പറയുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.